ശ്രീ രാജേന്ദ്രമേനോനും ഈ പെരിയാർ കൊലക്കേസിൽ വിധി വന്നിരിക്കുകയാണ്. വധശിക്ഷ പ്രതീക്ഷിച്ചപ്പോൾ കിട്ടി ഇരട്ട ജീവപര്യന്തം. പക്ഷെ മറ്റൊരു കാര്യം, ഈ 4 CPM നേതാക്കൾക്ക് വെറും 5 വർഷത്തെ തടവാണ് ശിക്ഷിക്കുന്നത്. അത് ആ ഒരു നല്ലൊരു വിധിയാണോ ഈ വന്നിരിക്കുന്നത്? അല്ല, ഗൂഢാലോചന തെളിഞ്ഞിട്ടുള്ള കേസാണ്. ഗൂഢാലോചന, ക്രിമിനൽ കുറ്റം, തെളിവ് നശിപ്പിക്കൽ, ഇതെല്ലാം വന്നിട്ടുണ്ട്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി നേതാവ്, അതുപോലെ തന്നെ മുൻ MLA ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള KV കുഞ്ഞിരാമൻ എന്നിവർക്കെതിരെയില്ല. പക്ഷെ KV കുഞ്ഞിരാമന് കിട്ടിയത് അർഹിക്കുന്ന ശിക്ഷയാണോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കണം. ശരിയാണ്, ഗൂഢാലോചനയുടെ പേരിൽ ഇരട്ട ജീവപര്യന്തത്തിൽ ചിലരെയെങ്കിലും ഉൾപ്പെടുത്തിയത് നല്ല കാര്യമാണ്. പക്ഷെ അതേസമയം വധശിക്ഷ വരെ കിട്ടാവുന്ന ശിക്ഷയാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇരട്ട ജീവപര്യന്തത്തിൽ ഒതുക്കി. അപ്പൊ കുറ്റം കൂടുതലാണെങ്കിലും ശിക്ഷ കുറവാണ്. അപ്പൊ ആ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഒരു അപ്പീൽ കൊടുക്കാൻ പോകുന്നുണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസ്. CPM അപ്പീലിന് പോകും. കാരണം അവർക്ക് വക്കീലന്മാർക്ക് പഞ്ഞമില്ല താനും. വക്കീലന്മാർക്ക് ഉന്നതമായ ഫീസ് കൊടുക്കാനുള്ള ശേഷിയുണ്ട് താനും. ആ ഫീസ് വേറെ തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് സംവിധാനമുണ്ട്. കാരണം ഗവൺമെന്റിന്റെ കേസുകൾ കൊടുത്താൽ മതി. ലക്ഷക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് CPM പോകും. ചിലപ്പോൾ ഈ കണക്കുകൾ മതിലാകെ തേങ്ങ മതിലിൽ നിന്ന് പുറത്തിരിക്കുന്ന പോലെ ശിക്ഷ കുറഞ്ഞു കിട്ടാം, കൂടി കിട്ടാം. എന്തായാലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാന നിമിഷം വരെ തുടരേണ്ടത് തന്നെയാണെന്നാണ് വിശ്വാസം. സർക്കാരിന് കിട്ടിയ തിരിച്ചടിയാണോ ഈ വിധി? അപ്പോൾ ആ സർക്കാരിന് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ബാലൻ വക്കീൽ പറഞ്ഞു കേട്ടോ, ഞങ്ങളുടെ ആൾക്കാരൊന്നും അല്ല ഇത് ചെയ്തത്, പാർട്ടിയുടെ വക്കീൽ തന്നെ പറഞ്ഞു. ഞങ്ങളുടെ ആൾക്കാർ ചെയ്ത കുറ്റമൊന്നുമല്ല, ഇത് ഞങ്ങൾക്കൊരു പങ്കുമില്ലെന്നാണ്. അപ്പൊ അവരുടെ മുൻ MLA അവരുടെ ഒരു പങ്കാളിയല്ല, അവരുടെ ലോക്കൽ കമ്മിറ്റി അംഗം പങ്കാളിയാണ് എന്നൊക്കെയാണ് ഈ ബാലൻ വക്കീൽ പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് കൈയൂരാനും അതേസമയം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനുമാണ് CPM ശ്രമിക്കുന്നത്. അപ്പൊ അവരെ കുറ്റവിമുക്തരാക്കാനുള്ള ശ്രമം ബാലൻ വക്കീൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് തീർച്ചയായിട്ടും പങ്കുണ്ടെന്നുള്ളത് കോടതി വിധിയിൽ വളരെ വ്യക്തമാണ്. ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വ്യക്തിവിദ്വേഷം, അതുപോലെ തന്നെ രാഷ്ട്രീയ പക, ഈ 2 കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അല്ലാതെ നമ്മളെ ബാലൻ വക്കീൽ പറയുന്നത് മുഴുവനും വിശ്വസിക്കില്ല. പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അവരുടെ ഭാഗം ബാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. പായ ശ്രമം തന്നെ.